ഏറെ നേരത്തിന് ശേഷം മുഖം കുനിച്ച് നോക്കിയ ആദിയുടെ കണ്ണിൽ ഒരു കടലോളം വാത്സല്യം നിറഞ്ഞു. തന്റെ നെഞ്ചിലെ ചൂടും പറ്റി മയങ്ങുന്നവളെ കാണെ അത്രയും മനോഹരമായി ആ ചുണ്ടുകൾ വിടർന്നുപോയി. ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മിഴികൾ അടച്ച് കിടന്നവൻ ഈ ഒരു സമയം കടന്നു പോവാൻ നിശ്ചലമായിരുന്നെങ്കിലെന്ന് പോലും ചിന്തിച്ചു പോയ നിമിഷങ്ങൾ. ഈ ഒരുവളുടെ സാന്നിധ്യത്തിലുമേറെ താൻ കൊതിക്കുന്ന മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. എന്ത് മായാചാരമാണ് പെണ്ണേ നീ എന്നിൽ തീർത്തത്. നിന്നിൽ നിന്നും ഒരു നിമിഷം പോലും അകന്നു നിൽക്കാൻ തോന്നാത്ത വിധം എന്നെ നിന്നിൽ മാത്രമായി തളച്ചിട്ടിരിക്കുകയാണ് അപ്പൂ. ഭ്രാന്ത് പോലെ എന്നിൽ വേരുറച്ച് പോയിരിക്കുകയാണ്, ആർക്കും അടർത്തി മാറ്റാൻ കഴിയാത്തത്ര ആഴത്തിൽ. ചിരിയോടൊന്ന് ഓർത്തതേ വാതിൽ തട്ടിക്കൊണ്ടുള്ള അജുവിന്റെ വിളി വന്നിരുന്നു. പല്ലി അടിച്ചുകൊണ്ട് അവനെ നന്നായി തന്നെ ഒന്ന് സ്മരിച്ചു ആദി. അപ്പോഴേക്കും നെഞ്ചിൽ കിടന്നവൾ ഒന്ന് കുറുകിക്കൊണ്ട് അവന്റെ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു. ശബ്ദമില്ലാതെ ചിരിച്ചു പോയിരുന്നു ആദി. അവന്റെ കിളിക്കുഞ്ഞിന്റെ ഓരോ ചലനവും അവനിൽ അത്രയും കൗതുകം നിറച്ചു. ഇന്നോളം ആരിലും ഒന്നിലും കാണാത്തൊരു പ്രത്യേകതയാണ് അവളിൽ, അതുപോലെ അട്രാക്റ്റീവും. ആർക്കും കയ്യിലെടുത്ത് കൊഞ്ചിക്കാനുള്ള ഇഷ്ടം തോന്നിപ്പോവും. പക്ഷേ വേണ്ട, എൻ്റെ അപ്പൂവിന് ഞാൻ മതി, ഞാൻ മാത്രം. ഒന്നുകൂടി അവളിൽ അവന്റെ കൈകൾ മുറുകി. എത്രത്തോളം അവളെ തന്നിലേക്ക് ചേർക്കാനാവുമോ അത്രയും തീവ്രതയോടെ തന്നെ. ഇപ്പുറം കുറച്ചു നേരം തട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നതും അജു ഫോൺ എടുത്ത് ആദിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ ഉണർന്നു പോകാതെ തന്നെ ഒരു കൈയാൾ കോൾ എടുത്ത് കാതിലേക്ക് വെച്ചു ആദി. പുഞ്ഞാര മോനെ, വാതിലൊർക്ക്, എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് വരും. നീയായിട്ടെല്ലാം പറയാൻ നിങ്ങളിങ്ങനെ ഒന്നിച്ചു കണ്ടാലേ പേര് ദോഷം മുഴുവൻ എന്റെ കൊച്ചിനാ. ഒറ്റ ശ്വാസിൽ കിതപ്പോട് അജു പറഞ്ഞു നിർത്തുമ്പോൾ അവനെ തെറി വിളിക്കാൻ ഒരുങ്ങിയവൻ അജുവിന്റെ അവസാനത്തെ ഡയലോഗിൽ ആ ശ്രമം അവസാനിപ്പിച്ചുകൊണ്ട് കോള് കട്ട് ചെയ്തു. വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോയി ആദിക്ക്. അവൾ അടർത്തി മാറ്റി എഴുന്നേൽക്കുന്നത് ചിന്തിക്കാൻ പോലും ആവാത്തതുപോലെ. ഏറെ നിരാശയോടെ ചുവന്ന് തൊടുത്ത ചുണ്ടുകൾ ഒരൽപ്പം വിടർത്തി വെച്ച് ഉറങ്ങുന്നവളെ നോക്കി. പെണ്ണിനെ വിട്ടുമാറാൻ ഒട്ടും ആഗ്രഹമില്ലാത്തതുപോലെ അവന്റെ കൈകൾ ഒന്നുകൂടി അവളിൽ മുറുകി. നല്ല ഉറക്കത്തിൽ തന്നെയാണ് അവൾ. ആ ചൂടിൽ അവന്റെ കൈകൾ നൽകുന്ന സുരക്ഷിതത്വത്തിൽ അത്രയും സമാധാനത്തോടെയുള്ളൊരു മയക്കം. ആദ്യം ഒരു ചിരിയോടെ മുഖം കുനിച്ചു. നനവൂർന്ന ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി. നന്നായൊന്ന് പുതപ്പിച്ചു കൊടുത്തു. ഒന്ന് കുറുകിക്കൊണ്ട് പുതപ്പിലേക്ക് പതുങ്ങിയ തന്റെ കിളിക്കുഞ്ഞിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ വാതിലൊന്ന് ചാരി തിരിഞ്ഞതും മുന്നിൽ കൂർപ്പിച്ച നോട്ടവുമായി നിൽക്കുന്നവനെ ആദ്യം തറപ്പിച്ചു നോക്കി. പതിവില്ലാതെ നിന്റെ കോവി കൂടി നീണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ എന്റെ കൊച്ചിനെ പിടിച്ചുകൊണ്ടുപോയി കാണുന്നു. അജു ഇത്തിരി പുച്ഛത്തോടെ പറഞ്ഞു. ചുണ്ടുകൾക്കിടയിലിട്ട് അവന് മാത്രം മനസ്സിലാവുന്ന വിധത്തിൽ ആദ്യം എന്തോ പറഞ്ഞു. അർത്ഥം മനസ്സിലായതുപോലെ അജു അവനെ മിഴിച്ചു നോക്കുമ്പോൾ ഒരിക്കൽ കൂടി മീര കിടക്കുന്ന റൂമിലേക്ക് നോക്കിക്കൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കയറിയവൻ. അജു, മീരമോൾ എവിടെ? പ്രാർത്ഥനാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് സീതാമ്മ ചോദിച്ചു. അജു ഒരു ചിരിയോടെ അവിടെ റൂമിലേക്ക് വിരൽ ചൂണ്ടി. നീ ചായ കുടിച്ചോ? ആ, അതൊക്കെ എന്റെ കുഞ്ഞുമണി ഇട്ടെന്നായിരുന്നു. അജുവിന്റെ മറുപടിയിൽ സീതാമ്മയൊന്ന് പുഞ്ചിരിച്ചു പോയി. മീര അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ആ ഒരു വിളിയിൽ തന്നെ അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. ഈ വീട്ടിലൊരു പെൺകുട്ടിയില്ലാതെ പോയതിന്റെ കുറവുകൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾ നികത്തി തുടങ്ങിയത് സീതാമ്മയും ഓർത്തു. എല്ലാവർക്കും അത്രയും ഇഷ്ടം തോന്നുന്നുണ്ട് അവളോട്. അച്ഛനും അമ്മയും ഉൾപ്പെടെ ഗൗരവക്കാരും ദേഷ്യക്കാരനുമായ ആദിക്ക് പോലും മീരയോട് കരുതലും സ്നേഹവും ഉണ്ടെന്ന് തോന്നി. ആഹാ, എന്നിട്ട് മോളെന്താ റൂമിൽ പോയിരിക്കുന്നേ? പതിവില്ലാത്തതാണല്ലോ, വയ്യ അവൾക്ക്? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കുറെ ചോദ്യങ്ങൾ അമ്മയിൽ നിന്ന് വന്നതും എന്തു മറുപടി പറയണമെന്നറിയാതെ അജു ഒരു നിമിഷം സ്റ്റക്കായി നിന്നുപോയി. അത് പെട്ടെന്നൊരു തലവേദന. അയ്യോ, എന്നിട്ട് എന്താ നീ എന്നെ വിളിക്കാണ്ടിരുന്നത്? ആര്യനുണ്ടായിരുന്നല്ലോ ഇവിടെ, അവൻ നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കുമായിരുന്നല്ലോ. അമ്മയെ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. വീണ്ടും എന്തു പറയുമെന്നറിയാതെയായി. അത് പിന്നെ ഒന്ന് ഉറങ്ങിയിരുന്നേട്ടാ ശരിയാവും, അല്ലാതെ ചെറിയ വേദനക്ക് നിന്റെ കൊച്ചു മെഡിസിൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യം വരുന്നതിന് മുമ്പേ അജു സ്റ്റാൻഡ് വിട്ടു. കൊച്ചിനെ കൊണ്ടുപോയത് ഉറക്കിയത് നിങ്ങളുടെ മോൻ തന്നെയാ വല്യമ്മേ. അവിടെ എല്ലാ വേദനക്കുള്ള മെഡിസിനേ അവനാ. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് മനസ്സിലായ ഒരു നറുപുഞ്ചിരിയോടെ ഓർത്തുപോയോ. കണ്ടെത്തിയില്ലേ നീ? അയാൻ ശ്വാസദേവ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ ക്യാപ്റ്റൻ അയാൻ ശ്വാസദേവ്. ഐ എം എ സോൾജിയർ. നീ പറഞ്ഞ മീര വാസുദേവന്റെ രണ്ടാമത്തെ ചേട്ടൻ. ആൻഷൊരു ചിരിയോടെ തന്നെ പറഞ്ഞു നിർത്തിയതും ആയുഷൊരു ഞെട്ടലോടെ അവനെ നോക്കി. മുന്നിൽ നിൽക്കുന്നവന്റെ വെളിപ്പെടുത്തൽ വിശ്വസിക്കാൻ പോലും കഴിയാത്തതുപോലെ. അന്വേഷണത്തിനിടയിൽ ഒരിക്കൽ പോലും അവന്റെ ജോലി എന്താണെന്നോ ഇത്രയും കാലം എവിടെയായിരുന്നെന്നോ എന്ത് ചെയ്യുകയായിരുന്നു എന്നൊന്നും അറിയാൻ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിലും എല്ലാ ഏതു വിധേനയും അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്നുള്ള തന്റെ ഓവർ കോൺഫിഡൻസിൽ കൂടുതലൊന്നും ആലോചിക്കാൻ പോലും ശ്രമിച്ചില്ല എന്ന് പറയുന്നതാവും സത്യം. 1 മാസമാവുന്നു ചന്ദ്രശേഖരന്റെ മരണത്തിനു പിന്നിൽ ഇരുട്ടിൽ തപ്പുന്ന പോലെ.
അതുകൊണ്ട് തന്നെയാണ് വിശ്വസനീയമല്ലെന്ന് ബുദ്ധി പറഞ്ഞിട്ട് പോലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വിസിബിളായ ചന്ദ്രശേഖരന്റെ ക്വാർട്ടേഴ്സിന്റെ CCTV ഫൂട്ടേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവനെ കസ്റ്റഡിയിലെടുത്തു. ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയെന്നിപ്പോൾ ഉറപ്പാണ്. പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് മുന്നിൽ നിൽക്കുന്നവൻ അവന്റെ ലക്ഷ്യമെന്ന് തോന്നിയ ആയുഷിന്. ഇത്രയൊക്കെ താൻ ഉപദ്രവിച്ചിട്ടും അവൻ കാണിച്ച സഹനം, ശരീരപ്രകൃതം, ബോഡി ലാംഗ്വേജ്, എന്തുകൊണ്ട് താനിതൊന്നും ശ്രദ്ധിച്ചില്ല? ഒരു IPS ഓഫീസറായിരുന്നിട്ട് പോലും ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ അലസത കാണിച്ച് വല്ലാത്തൊരു ദേഷ്യം സ്വയം തോന്നിപ്പോയി ആയുഷിന്. അതിനുമപ്പുറം വീണ്ടും വീണ്ടും കാതിൽ പ്രതിധ്വനിക്കുന്ന അവന്റെ വാക്കുകൾ. മീരാ വാസുദേവിന്റെ രണ്ടാമത്തെ ചേട്ടൻ. അപ്പോൾ അതിനു മുകളിലായിട്ട് ഒരാളുണ്ടാവില്ലേ? യു ആർ റൈറ്റ് ആയുഷ് വർമ്മ. ആൻഷരി ചിരിയോടെ പറഞ്ഞത് ആയുഷരി ഞെട്ടലോടെ തന്റെ ചിന്തകളിൽ നിന്നുണർന്നുകൊണ്ട് അവനെ ഉറ്റുനോക്കി. കേസ് അന്വേഷിക്കുന്ന IPS ഓഫീസർ അടിച്ച് ഈ വിധമാക്കിയാലും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിപ്പോകുമെന്നുള്ള ഉറപ്പ് എനിക്കില്ലാതെ ഞാൻ ഈ സാഹസത്തിന് മുതിരില്ലല്ലോ ആയുഷ്. നീ ഏയ് കൂൾ മാൻ കൂൾ. ആ ഫൂട്ടേജ് വാനിഷായിട്ടുണ്ട് ആയുഷ്. യാതൊരു തെളിവുമില്ലാതെ ഒരു ആർമി ഓഫീസറെ കസ്റ്റഡിയിലെടുത്ത് തള്ളിച്ചതച്ച IPS ഓഫീസർക്ക് മിനിമം ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫറെങ്കിലും കിട്ടാതിരിക്കില്ല. സോ ഒരു നിമിഷം ഒരു വാക്ക് പോലും പറയാനാവാതെ തളർന്നുപോയി ആയുഷ്. തന്റെ ഭാഗത്തുനിന്ന് വന്നുപോയ വീഴ്ചയാണ്. ഇന്നോളം ബ്ലാക്ക് മാർക്സ് ഒന്നും വീഴാത്ത തന്റെ കരിയറിൽ നേരിയ ചലനമെങ്കിലും സൃഷ്ടിക്കാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് തന്നെ ധാരാളമാണ്. അപ്പൊ ആയുഷ് വർമ്മ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് 2 ദിവസം റെസ്റ്റ് എടുക്കുക. ചന്ദ്രശേഖറിന്റെ മരണത്തിന് പിന്നിലുള്ള കൊലപാതകി 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നേരിട്ട് സറണ്ടർ ആവും. ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് ആൻഷാ റൂമിന് പുറത്തേക്ക് നടന്നു. പിന്നെ എൻ്റെ അനിയത്തി കുറച്ച് ദിവസങ്ങൾ കൂടി നിന്റെ വീട്ടിൽ സുരക്ഷിതയായിരിക്കണം ആയുഷ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരും. അന്ന് അവൾക്കൊപ്പം നിന്നോട് എല്ലാ സത്യവും തുറന്നു പറയും. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറകെ വരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാനാവില്ല നിനക്ക് മറുപടി ഇനി നൽകാൻ പോകുന്നത്. ആൻഷിന്റെ കണ്ണുകൾ വന്യമായും തിളങ്ങി. വാസുദേവ് അയ്യരുടെ മൂത്ത മകൻ, എന്റെയും മീരമോടെയും വലിയേട്ടൻ രുദ്രാൻഷ് വാസുദേവ്, അവനായിരിക്കും നിങ്ങൾക്കുള്ള മറുപടി നൽകുന്നത്. സമയമുള്ളപ്പോൾ ആയുഷ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, UFC ചാമ്പ്യൻ രുദ്രാൻഷ് വാസുദേവ് എന്ന്. അപ്പം മനസ്സിലാവും. മുഖമൊന്ന് ചരിച്ച് ചുണ്ടിലൂറിയ പുഞ്ചിരിയുമായി തന്നെ ആൻഷത് പറയുമ്പോൾ കേട്ട കാര്യത്തിന്റെ പകപ്പിലും ആരാധനയോടെ തെളിഞ്ഞു വന്നൊരു മുഖമായിരുന്നു ആയുഷിന്റെ ഉള്ളിൽ.